അബ്ദുള്ള കുട്ടിയുടെ പേര് സരിതയെ കൊണ്ട് പറയിച്ചത് കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്ന ചില ശത്രുക്കളാണ് എന്ന് കുട്ടിപ്പട്ടാളം പറയുന്നു. CPM-കാരെ ചതിച്ച് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ഇരു കൈയും കൊണ്ട് പാല് കൊടുത്ത കൈക്ക് കടിച്ചു അത്രേ കുട്ടി. അപ്പോൾ പഴയ കോൾ ലിസ്റ്റും വിവരങ്ങളും തപ്പിയെടുത്ത് പറഞ്ഞോളൂ സരിതേ എന്ന് ആജ്ഞാപിക്കപ്പെട്ടു എത്രേ. എന്തായാലും സംഗതി കുഴപ്പത്തിലായതോടെ അബ്ദുള്ള കുട്ടി ഒരു പുതിയ മുദ്രാവാക്യം കണ്ടുപിടിച്ചു. അപമാനിക്കാം, പക്ഷേ അവസാനിപ്പിക്കാനാകില്ല. സരിതയെ മുന്നിൽ നിർത്തി എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, അപമാനിക്കാം, പക്ഷേ അവസാനിപ്പിക്കാനാവില്ല. ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അബ്ദുള്ള കുട്ടിയുടെ ആൾക്കാർ എൻ്റെ ലൈഫിൽ ത്രെട്ട് പറഞ്ഞപ്പം, അതായത് വേറെ ഒരൊറ്റ മനുഷ്യൻ പോലും എന്നെ ഡയറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്യുകയോ എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. പക്ഷെ അബ്ദുള്ള കുട്ടിയുടെ പാർട്ടി ബേസിലുള്ള 1-2 പേര് അബ്ദുള്ള കുട്ടിയുടെ പേര് എന്തെങ്കിലും നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിന് ത്രെട്ടാണെന്ന് പറഞ്ഞു. സോ യെസ്, അവരുടെ പാർട്ടി നേതാക്കളെന്ന് പരിചയപ്പെടുത്തിയ വ്യക്തികളാണ് എൻ്റെ അഡ്വക്കേറ്റിനെ വിളിച്ച് പറഞ്ഞത്. സോ ഐ വാണ്ട് ടു പ്രൂവ്, ചലഞ്ച് ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഇയാൾ എൻ്റെ ലൈഫ് എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ. രാഷ്ട്രീയമായി എന്നെ അപമാനിക്കാൻ സാധിക്കും, പക്ഷേ രാഷ്ട്രീയമായി എന്നെ അവസാനിപ്പിക്കാനാവില്ല. ഞാൻ അങ്ങനെ ഇത് പെട്ടെന്ന് തീർക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയമല്ല. നമ്മുടെ രാജ്യം ഒരു വലിയ പോരാട്ടത്തിലാണ്. അബ്ദുള്ള കുട്ടി ഫാസിസത്തിനെതിരെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്ന് പൊരുതേണ്ട ഒരു സമയമാണ്. അത് ഓരോ ദിവസമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് എന്റെ ഡിസിഷൻ. എനിക്കുണ്ടായിട്ടുള്ള മാനത്തേക്കാൾ വലുത് ഈ രാജ്യത്തിന്റെ മഹത്തായ മതേതര പോരാട്ടമാണ്. തീർച്ചയായിട്ടും സ്ത്രീകളെ ദ്രോഹിക്കുന്നവർക്കും ചൂഷണം ചെയ്യുന്നവർക്കും എതിരെ എന്റെ എക്സ്പീരിയൻസിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ അവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. എനിക്ക് ചിലതൊക്കെ പൊട്ടിത്തെറിച്ച് പറയാനൊക്കെ ഉണ്ട്, അത്രമാത്രം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ നിങ്ങളോട് തുറന്നു പറയും. എന്നെ വേട്ടയാടുകയാണ്, ഇതിന്റെ പിന്നിൽ ആരാണ് എന്നൊക്കെ കേരളത്തിന്റെ സമൂഹത്തിന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല, പിന്നെ പറയാം. വെറുതെ എന്നെ ഉപദ്രവിക്കരുത്, എന്നെ അപമാനിക്കാൻ ഇത്തരം നിരന്തരമായ പ്രചരണങ്ങൾ സംഘടിപ്പിക്കരുത് എന്നുള്ള വളരെ വിനയത്തോടു കൂടിയുള്ള അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എന്നാൽ പലരുടെയും രഹസ്യങ്ങൾ പുറത്തു പറയാതെ സൂക്ഷിക്കുകയും രാജ്യസുരക്ഷയെ തന്നെ കാത്തുരക്ഷിക്കുകയും ചെയ്യുന്ന സരിതയുടെ ബാധ്യതകൾ വല്ലതുമുണ്ടോ അബ്ദുള്ള കുട്ടി അറിയുന്നു. അബ്ദുള്ള കുട്ടി ഇനി സരിതയുടെ പരാതിയിൽ സരിതയുടെ പോലീസ് എടുത്ത കേസിന്റെ പിന്നാലെ നടന്ന് സമയം കഴിച്ചോളും. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് കസ്തൂരി മാമ്പഴം അടിച്ചു മാറ്റിയ കാക്കയുടെ കഥ. ഇതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച CPM അടക്കമുള്ളവർക്ക് കനത്ത തിരിച്ചടിയാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്. ഇവിടെ മുഴുവൻ ഇത് പ്രാവർത്തികമായി എന്ന് പറയുന്നവർ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക